വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്ത മകനുമായി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വാളാടി ഗ്രാമത്തിലുള്ള എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ബഹുമാന്യ നാട്ടുകാർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കുമളി മുതൽ നടത്തിവരുന്ന ആത്മീയ സന്ദേശ യാത്രയാണ് ഈ ജംഗ്ഷനിലും എത്തിച്ചേരുവാൻ ഇടയായി തീർന്നത്. ഞങ്ങളുടെ വിലപ്പെട്ട സമയം ഈ ദൈവിക വചനം ശ്രവിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ യെശയ്യാവിന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം ആകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം മനുഷ്യന് നൽകിയ ഒട്ടനവധി വാഗ്ദത്തങ്ങളുടെ ഒരു വാക്യമാണ് ഇവിടെ ഞാൻ പ്രസ്താവിക്കുവാനായി ഇടയായി തീർന്നത്. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ സന്ദേശം ശ്രവിക്കുവാൻ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുകയാണ്. ഇവിടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഈ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പലപ്പോഴും പലവിധത്തിലുള്ള ഭയം മനുഷ്യനെ അലട്ടുവാനായിട്ട് ഇടയായിത്തീരുന്നു. ചിലർ ഭാവിയെക്കുറിച്ച് ഭയപ്പെടുന്നവരാണ്, രോഗത്തെക്കുറിച്ച് ഭയപ്പെടുന്നു, മക്കളുടെ ഭാവി ഓർത്തുകൊണ്ട് ഭയപ്പെടുന്നു. തുടങ്ങിയ അനവധി ഭയങ്ങൾ മനുഷ്യനെ വേട്ടയാടുന്നതിന്റെ ഫലമായി ശരിയായിട്ട് ഉറങ്ങുവാനോ സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കുവാനോ കഴിയുകയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിലൂടെ ദൈവം നൽകുന്ന വാഗ്ദത്തം: നീ ഭയപ്പെടേണ്ട, കാരണം ദൈവം പറയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും യഥാർത്ഥമായ ഒരു സുരക്ഷിതത്വം ജീവിതത്തിൽ പലപ്പോഴും അനുഭവിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം തരുന്ന വാഗ്ദത്തം, ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ഇമ്മാനുവേൽ എന്ന പേര്, ദൈവം നമ്മോടുകൂടെ. പ്രിയമുള്ളവരെ, ദൈവം നമ്മളോട് കൂടെ ഇരിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം? എങ്ങനെയാണ് ദൈവത്തിന് നമ്മളോട് കൂടെ ഇരിക്കുവാൻ കഴിയുന്നത്? കർത്താവായ യേശുവിനെ കുറിച്ച് മിക്കവാറും ആളുകൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ പലരുടെയും തെറ്റിദ്ധാരണ യേശു ക്രിസ്ത്യാനികളുടെ ദൈവം മാത്രമാണ് എന്നുള്ള ചിന്ത. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, യേശു ലോകരക്ഷകനാണ്. ആദി മാതാപിതാക്കളായ ആദമും ഹവ്വയും ദൈവത്തോട് കൂടെ നടക്കുന്നവരായിരുന്നു, ദൈവമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചവരായിരുന്നു. എന്നാൽ അവർ പാപം ചെയ്തപ്പോൾ, ദൈവിക കൽപ്പന അവരനുസരിക്കാതെ വന്നപ്പോൾ ദൈവികമായ ബന്ധം അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവം അവരുടെ കൂടെ ആയിരുന്നു എങ്കിലും ദൈവത്തെ മനുഷ്യനെയും അകറ്റുന്ന ഒരു വിഷയമാണ് പാപമെന്നത്. പാപം അനുസരണക്കേടിനാലാണ് വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ വന്നപ്പോൾ മനുഷ്യൻ പാപികളായി തീർന്നു. അവരുടെ തലമുറകൾ ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ മനുഷ്യരും ആദി മാതാപിതാക്കളായ
ദൈവത്തിന്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യന്റെ തലമുറകളാണ്. അങ്ങനെ തലമുറയായി മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടുപോയി, ദൈവികമായ ബന്ധം നഷ്ടപ്പെട്ടു. എന്നാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യനെയും ദൈവത്തെയും അടുപ്പിക്കുവാൻ, ബന്ധം സ്ഥാപിക്കുവാൻ മനുഷ്യന്റെ പരിശ്രമങ്ങൾ കൊണ്ട്, മനുഷ്യന്റെ പ്രാർത്ഥനകൾ കൊണ്ട്, മനുഷ്യന്റെ കർമ്മങ്ങൾ കൊണ്ട് അത് കഴിയാതെ വന്നു. ആയതുകൊണ്ട് ദൈവം തന്നെ ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു. അവിടുന്നാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് മനുഷ്യന്റെ പാപം പോക്കി മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നാം വായിച്ച തിരുവചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്നേഹിതരെ, മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്ന പാപം, ദൈവമായ ബന്ധത്തിൽ നിന്ന് അകറ്റുന്ന പാപം മനുഷ്യനെ പാപത്തിലും പരാജയത്തിലും നിരാശയിലേക്കും തള്ളിവിടുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് മനുഷ്യന്റെ പാപത്തെ അകറ്റി, അവന്റെ ജീവിതത്തിലെ ഭയത്തെ അകറ്റി സമാധാന സ്വസ്ഥതയുള്ള ജീവിതം നൽകുവാൻ വേണ്ടിയാണ്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള കരങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയമുള്ളവരെ, മാനുഷിക സഹായങ്ങളെല്ലാം വ്യർത്ഥമാണ്. നമ്മളെ ഒറ്റ ആഴമായി സ്നേഹിക്കുന്ന നമ്മുടെ ചങ്ക് കൂട്ടുകാരൊക്കെ ഒരുപക്ഷെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ വിട്ട് അകന്നു പോകുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ പ്രിയമുള്ളവരെ, ഒരിക്കലും മനുഷ്യനെ അകറ്റാതെ, മനുഷ്യനെ തിരസ്കരിച്ചു കളയാതെ, പാവിയായി തീർന്ന മനുഷ്യനെ പാവികളായിരിക്കുമ്പോൾ തന്നെ സ്നേഹിച്ച് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നു. യേശുവിനെ നമ്മൾ ഉള്ളിൽ സ്വീകരിക്കുമ്പോൾ, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭയം മാറുവാനായിട്ട് ഇടയായിത്തീരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ദൈവത്തോടുള്ള തികഞ്ഞ സ്നേഹം, പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലെ ഭയത്തെ പുറത്താക്കുകയാണ്. പാപത്തെ ആലിംഗനം ചെയ്യുമ്പോൾ, പാപത്തെ മുറുകെ പിടിക്കുമ്പോൾ, പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്ന ഒരു ജീവിതമാണ് ഉള്ളെങ്കിൽ ഒരിക്കലും ഭയം നമ്മിൽ നിന്ന് അകന്നു പോകുവാൻ കഴിയുകയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മളെ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ പൈശാചികൻ ശ്രമിക്കുമ്പോൾ ഇതാ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. വിശുദ്ധ വചനം പറയുന്നു, നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പായാലും അത് ഹിമ പോലെ വെളുപ്പിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വാഗ്ദത്തം ചെയ്യുകയാണ്. യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്ന പാപത്തിന്റെ സ്വഭാവങ്ങൾ, പാപത്തിന്റെ പ്രവൃത്തികൾ പരാജയത്തിലേക്ക്, ഭീതിയിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുമ്പോൾ ഇതാ യേശു നിങ്ങളെ തേടി വരികയാ. ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രമിക്കുന്ന ഈ വാളാട് ദേശത്തുള്ള ബഹുമാനിയ നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ് യേശു ലോകത്തിലേക്ക് കടന്നു വന്നത്. നാം ശിക്ഷയേക്കേണ്ട സ്ഥാനത്ത്, നമ്മുടെ പാപം മൂലം നാം മരിക്കേണ്ട സ്ഥാനത്ത് യേശു നമുക്ക് പകരമായി മരണം വരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയമുള്ളവരെ, മരണം കൊണ്ട് ജീവിതം അവസാനിച്ചാൽ എങ്ങനെയെങ്കിലും ഈ ലോകത്തിൽ ജീവിച്ചാൽ മതിയായിരുന്നു. എന്നാൽ വിശുദ്ധ വചനത്തിൽ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവ സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം കർത്താവായ യേശു നിങ്ങളെ വിളിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരേ ഒരു മാർഗം, ഒരേ ഒരു നാമം, അതേ കർത്താവായ യേശു ക്രിസ്തു അത്രേ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ഒരിക്കൽ ജീവിതത്തിൽ സമാധാനമില്ലാതെ, പാപത്തിൽ
പാപത്തിന് അടിമപ്പെട്ട് ജീവിതത്തിൽ ഭീതിയായിരുന്ന ഞങ്ങളെ യേശു രക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. യേശുവിന്റെ രക്ഷ സൗജന്യമാണ് പ്രിയപ്പെട്ടവരെ. ഒരു പൈസയുടെ ആവശ്യമില്ല, ഒരു തീർത്ഥാടനങ്ങളോ ഒരു പുണ്യകർമ്മങ്ങളോ ചെയ്യേണ്ട ആവശ്യമില്ല. യേശുവിന്റെ രക്ഷ സൗജന്യമാണ്. യേശുവിന്റെ പാപക്ഷമ സൗജന്യമാണ്. ആര് വിശ്വസിക്കുന്നു അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇന്ന് പകൽക്കാലം യേശു ഇവിടെയുണ്ട്. നിങ്ങൾ കടത്തണ്ണയിലോ ഭവനത്തിലോ വാഹനത്തിലോ വഴിയാത്രയിലോ ഒക്കെ ആയിരിക്കാം ഈ ശബ്ദം ശ്രമിക്കുന്നത്. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാകുമോ? കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അങ്ങ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, ഞാൻ ശിക്ഷയേക്കേണ്ട സ്ഥാനത്ത് എന്റെ പാപങ്ങളെ ഏറ്റെടുത്ത് അവിടുന്ന് കാൽവരി ക്രൂശിൽ എനിക്ക് പകരമായി യാഗമായി തീർന്നു. അങ്ങ് കല്ലറയിൽ അടക്കപ്പെട്ട് മരണത്തെ അതിജീവിച്ച് കല്ലറയെ തുറന്ന് മൂന്നാം നാൾ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിക്കുന്ന കർത്താവായ യേശുവേ, അങ്ങ് എന്റെ പാവങ്ങളെ ക്ഷമിക്കണമേ, എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് ആത്മാർത്ഥമായി ആര് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു? പ്രിയമുള്ളവരെ, നിങ്ങൾ എത്ര തകർന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങൾ എത്ര ഭീതിയുടെയോ പരാജയത്തിന്റെയോ അപമാനത്തിന്റെയോ സാഹചര്യത്തിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും യേശുവിനെ നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയും. മദ്യപാന പ്രശ്നത്തിന് പരിഹാരമല്ല സ്നേഹിത. മദ്യവും മയക്കുമരുന്നും മനുഷ്യനെ നശിപ്പിക്കുന്നു, സമ്പത്ത് നശിപ്പിക്കുന്നു, ആരോഗ്യം നശിപ്പിക്കുന്നു, കുടുംബ സമാധാനം നശിപ്പിക്കുന്നു. നോക്കുക, എത്ര കുടുംബങ്ങളാണ് ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നത്. പരാജയത്തിലും ഭീതിയിലും ആയിരിക്കുന്ന എത്ര കുടുംബങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. മദ്യപാനം മൂലം എത്ര കുടുംബങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. എത്ര യൗവനക്കാർ അവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹിത, ഇതൊന്നും പ്രശ്നത്തിന് പരിഹാരമല്ല കേട്ടോ. ചിലർ ഭീതിയിൽ, പരാജയത്തിൽ, ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു. ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദവൃത്തിയിൽ എന്നെ ശ്രമിക്കുന്നെങ്കിൽ സ്നേഹിത, വചനം പറയുന്ന ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനെന്താണ് പ്രയോജനം? അല്ല, മനുഷ്യൻ തന്റെ ആത്മാവിനെ വീണ്ടെടുപ്പാൻ എന്ത് മറുപടി കൊടുക്കും? പ്രിയമുള്ളവരെ, ആത്മഹത്യ പ്രശ്നത്തിന് പരിഹാരമല്ല കേട്ടോ. മദ്യപാനവും മയക്കരുതും പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. അത് ജീവിതത്തിലെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുകയാണ്. നിന്നെ പരാജയത്തിലേക്ക് തള്ളിവിടുകയാണ്, ഭീതിയിലേക്ക് തള്ളിവിടുകയാണ്. എന്നാൽ യേശു ക്രിസ്തു നിങ്ങളെ വിളിക്കുകയാണ്, കടന്നു വരിക സ്നേഹിത. അധ്വാനിക്കുന്നവർ, ഭാരം ചുമക്കുന്നവരുമായുള്ള ഏത് വ്യക്തികൾക്കും, ഏത് മതമായിക്കൊള്ളട്ടെ, ഏത് ജീവിത സാഹചര്യമായിക്കൊള്ളട്ടെ, ഏത് കുടുംബ പശ്ചാത്തലമുള്ള വ്യക്തിയായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് കടന്നു വരാം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നാളെയൊന്നും നമ്മുടെ കയ്യിലല്ല കേട്ടോ. മനുഷ്യ ജീവിതം ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന ഒരു പൂവിന് സമാനമാണ്. വെള്ളത്തിന്റെ കുമിള പോലെ വേഗത്തിൽ മാഞ്ഞു പോകുന്നതാണ്, മറഞ്ഞു പോകുന്നതാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ നിത്യത എവിടെ ചിലവഴിക്കും? മനുഷ്യന്റെ ജനനം മുതൽ മരണം എന്നത് ഒരു നിഴൽ പോലെ പിന്തുടരുകയാണ്. അതിന് പ്രായത്തിന് വ്യത്യാസമില്ല കേട്ടോ, സാഹചര്യത്തിന്റെ വ്യത്യാസമില്ല കേട്ടോ. എത്ര അനർത്ഥങ്ങളാണ് നമ്മളെ ചുറ്റുപാട് നടമാടിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മാരക രോഗങ്ങൾ മനുഷ്യനെ ലോകമെമ്പാട് കാർന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് വിശുദ്ധ ബൈബിളിൽ പറയുന്നത് പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരിക്കൽ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശു ക്രിസ്തു ഇതാ പാപം കൂടാതെ അവിടുന്ന് രാജാതിരാജാവും കർത്താതി കർത്താവുമായി വീണ്ടും വരികയാണ്. തന്നിൽ വിശ്വസിച്ച് കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് തന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കും ഏത് വ്യക്തിയായിക്കൊള്ളട്ടെ, ഏത് പശ്ചാത്തലത്തിലുള്ള വ്യക്തിയായിക്കൊള്ളട്ടെ, അവരെ തന്നിലേക്ക് ചേർക്കുവാൻ യേശു വീണ്ടും വരുന്നു എന്നുള്ള അതിന്റെ ലക്ഷണങ്ങളാണ് ഇന്ന് ലോകത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രം എത്ര തന്നെ പുരോഗമിച്ചാലും ഒരിക്കലും മഹാദുരന്തത്തെ തടയുവാൻ കഴിയത്തില്ല. ഈ അഖിലാണ്ടത്തെ നിയന്ത്രിക്കുന്നത് സർവ്വസൃഷ്ടാവായ ദൈവമാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ മാനിക്കുക, ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുക. നാം ചെയ്യുന്നതൊന്നും ദൈവം കാണുന്നില്ല എന്ന് ചിന്തിക്കരുത് കേട്ടോ. അടച്ചിട്ട മുറിയിലും ഇരുണ്ട മുറിയിലായിക്കൊള്ളട്ടെ, ആരും കാണാത്ത സ്ഥലങ്ങളായിക്കൊള്ളട്ടെ, സർവശക്തനാകുന്ന ദൈവം എല്ലാം നാം ചെയ്യുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ കണ്ണിനെ മറയ്ക്കുവാൻ ആർക്കും കഴിയില്ല. സ്നേഹിത, ഇത് മറ്റുള്ള സമൂഹത്തിന് മുമ്പാകെ നമ്മൾ സന്തോഷമുള്ളവരായിരിക്കും, അഭിമാനമുള്ളവരായിരിക്കും. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം എപ്രകാരമുള്ളതാണ്? ക്രിസ്തീയ പേരുള്ളത് കൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല കേട്ടോ. ക്രിസ്തീയ പേരുള്ളത് കൊണ്ട് രക്ഷിക്കപ്പെടണമെന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി കർത്താവിന്റെ രക്ഷിതാവായി നിങ്ങൾ സ്വീകരിക്കണം. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും,
രക്ഷപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. രക്ഷയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, മാനസാന്തരം. കർത്താവായ യേശു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, ഞാനൊരു പാപിയാണ്, യേശുവിന് മാത്രമേ എന്റെ പാപത്തിൽ തന്നെ രക്ഷിക്കുവാൻ കഴിയുള്ളൂ. മനസ്സിനൊരു മാനസാന്തരം ആവശ്യമാണ്. മതം മാറിക്കൊണ്ട് രക്ഷപ്പെടത്തില്ല കേട്ടോ, മതം മാറിക്കൊണ്ട് രക്ഷിക്കപ്പെടണമെന്നില്ല. എന്നാൽ നമ്മുടെ മനസ്സിന് മാനസാന്തരം ആവശ്യമാണ്. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. അടുത്ത നടപടി, കർത്താവായ യേശു ക്രിസ്തുവിനെ ജലത്തിൽ മുഴുവൻ സ്നാനമേൽക്കുക. ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കാൻ തയ്യാറാകുക. എങ്കിൽ മാത്രമേ ആ നിത്യജീവനിൽ എത്തിച്ചേരുവാൻ കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, ആ യേശുവിനെ, കർത്താവായ യേശുവിനെ ഇതുവരെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ അവസരം നിങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുമോ? യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ? യേശു നിങ്ങളെ വിളിക്കുകയാണ്, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. സ്നേഹിത മാതാവേ, പിതാവേ, നിങ്ങളുടെ കുടുംബം പലപ്പോഴും അസ്വസ്ഥമായ ഒരു കുടുംബമായിരിക്കാം. എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതി എന്ന് രാത്രി ചിന്തിക്കും. എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതി, അല്ലെങ്കിൽ പകൽ ചിന്തിക്കും എങ്ങനെയെങ്കിലും നേരം ഒന്ന് ഇരുട്ടിയാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ട് രാപകലില്ലാതെ ദുഃഖത്തോടും പ്രയാസത്തോടും നെടുവീർപ്പോടും ഭയത്തോടും നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ യേശു നിങ്ങളെ വിളിക്കുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈക്കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ കർത്താവായ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയ കവാടത്തിൽ നിന്ന് യേശു മുട്ടി വിളിക്കുക. ആരെങ്കിലും ഈ ശബ്ദം കേട്ട് യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയ കവാടമാകുന്ന വാതിൽ തുറക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ഈ നിമിഷം തന്നെ ആ രക്ഷ നിങ്ങൾക്ക് അംഗീകരിക്കുവാനായിട്ട്, ആ രക്ഷ അനുഭവിക്കുവാനായിട്ട് കഴിയും. സ്നേഹിത, ഇത്രയും കാലം സമയങ്ങൾ വ്യർത്ഥമാക്കി കളഞ്ഞു. മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചിരിക്കാം. എന്നാൽ ഇനിയുള്ള കാലങ്ങൾ ഈ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നിങ്ങൾ തയ്യാറാകുമോ? യേശുവിൽ വിശ്വസിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഒന്ന്, നമ്മുടെ സകല പാപത്തിൽ നിന്നും യേശു മോചനം തരുന്നു. പാപത്തിൽ നിന്ന് രക്ഷ യേശു നൽകുന്നു. അതുമാത്രമല്ല, നിത്യസമാധാനവും സന്തോഷവും യേശു നമ്മുടെ ഹൃദയത്തിൽ തരുന്നു. നമുക്ക് ദൈവം തമ്പുരാൻ തന്ന ശിഷ്ടായുസ്സ് എത്രയെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. എന്നാൽ ദൈവം തന്നെ ആയുസ് മുഴുവൻ സന്തോഷത്തോടെ, സമാധാനത്തോടെ, പ്രത്യാശയോടെ ജീവിക്കുവാൻ കഴിയും. ഈ നല്ല കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗ്ഗപിതാവേ, ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും കർത്താവിനെ വിടുവിക്കണമേ. ദൈവീയ സമാധാന സന്തോഷം അവരുടെ ഉള്ളിൽ നൽകണമേ. ദൈവീയ പ്രത്യാശ ദൈവം നൽകണമേ. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് സൗഖ്യം കൊടുക്കണമേ. സമാധാന സന്തോഷം എല്ലാവരും ഹൃദയത്തിൽ കൊടുക്കണം. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.